അബ്രപാളിയെ തന്റെ അക്ഷരങ്ങളും ദൃശ്യങ്ങളും കൊണ്ട് സമ്പന്നനാക്കിയ കലാകാരനായിരുന്നു ജോൺ. തിരക്കഥകളിലൂടെയും സംവിധാന നിർവഹണത്തിലൂടെയും പതിവ് സിനിമാ സങ്കല്പങ്ങളെ ജോൺ തിരുത്തിയെഴുതി. മുഷിഞ്ഞ ഉടയാടകൾക്കിടയിലെ മെലിഞ്ഞ ശരീരവുമായി ജോൺ നടന്നു നീങ്ങിയിട്ട് 27 വർഷം പിന്നിട്ടുവെങ്കിലും ആ ഓർമ്മകൾ ഇന്നും മലയാളിയെ പിന്തുടരുന്നുണ്ട്. അമ്മേ, എനിക്കവനറിയാമല്ലോ. നന്നേ ചെറുപ്പത്തിൽ തന്നെ സിനിമയോടുള്ള അടങ്ങാത്ത സ്നേഹം സൂക്ഷിച്ച ജോൺ ജോലി ഉപേക്ഷിച്ച് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുകയായിരുന്നു. സുവർണ നേട്ടത്തോടെ സിനിമാ പഠനം പൂർത്തിയാക്കി. അമ്മ അറിയാൻ, അഗ്രഹാരത്തിലേക്ക് എഴുതാൻ തുടങ്ങി ജോൺ ചെയ്ത 4 സിനിമകൾ മതിയായിരുന്നു ഈ കലാകാരന്റെ മാന്ത്രികത തിരിച്ചറിയാൻ. സിനിമയുടെ പുതിയ മാനങ്ങൾ തേടിയലഞ്ഞവർ ജോണിന്റെ നേതൃത്വത്തിൽ ഒഡേസ എന്ന കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തു. തന്റെ സ്വപ്നമായ ജനങ്ങളുടെ സിനിമ എന്ന ആശയം ഒരു പരിധിവരെ പ്രാവർത്തികമാക്കാൻ ഒഡേസയിലൂടെ ജോണിന് സാധിച്ചു. സൗഹൃദങ്ങൾക്ക് ലഹരിമൂത്ത ഒരു വൈകുന്നേരത്തായിരുന്നു ജോണിന്റെ മടക്കവും. അബ്രപാളികളിൽ അത്ഭുതം സൃഷ്ടിച്ച ജോൺ ഓർമ്മയായിട്ട് 27 വർഷം പിന്നിടുമ്പോഴും സിനിമാ ലോകത്ത് ജോൺ ഇന്നും ഒരു അത്ഭുത പ്രതിഭാസം തന്നെ. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.